ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചീരച്ചേമ്പാട്ടോ. ഞാൻ ടെറസിൻ്റെ മുകളിൽ നട്ടേക്കണതാണ്. അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ നമ്മൾ ഇലക്കറികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. ഇപ്പോൾ ചേമ്പില, ചേമ്പിൻ്റെ തണ്ട്, കാട്ടുചേമ്പിൻ്റെ ഇല, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സമയങ്ങളാണ് ഈ മിഥുനം, കർക്കിടകം സമയങ്ങളുടെ. ആ സമയങ്ങളിൽ നമുക്ക് ഈ കാട്ടുചേമ്പിൻ്റെ ഇലകൾക്ക് പോലും ചൊറിച്ചിലുണ്ടാവില്ല എന്നാണ് പറയണത് മാത്രമല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ വേറുള്ള സമയങ്ങളിൽ നമുക്ക് ഈ കാട്ടുചേമ്പിൻ്റെ ഇലകളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കാട്ടുചേമ്പല്ല കേട്ടോ, ഇത് ചീരച്ചേമ്പാണ്. ഈ ചീരച്ചേമ്പിന് ഒറ്റ സമയത്തും, വേനലായാലും മഴക്കാലമായാലും ഏത് സമയത്തും നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഇലയും കഴിക്കാം, തണ്ടും കഴിക്കാം. ഇത് രണ്ടും, ഇലയും തണ്ടും കൂടി തോരൻ വെച്ചിട്ടാണ് സാധാരണ കഴിക്കാറ്. അപ്പോൾ അതിന് ചൊറിച്ചിലില്ലാത്ത ചേമ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാട്ടുചേമ്പിൻ്റെ ആണ് എടുക്കണതെന്നുണ്ടെങ്കിൽ പേടിക്കാതിരിക്കാൻ വേണ്ടി, ചെറിയ ചൊറിച്ചിൽ ഉണ്ടോയെന്ന് ഇനി പേടിയുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ റെസിപ്പികളിൽ കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ രണ്ട് കറികളാണ് കാണിക്കണത്. ആ രണ്ടിലും വാളംപുളി ചേർത്താൽ മതി. കാട്ടുചേമ്പാണ് എടുക്കണമെങ്കിൽ. കാട്ടുചേമ്പ് മീൻസ് ഈ റോഡരികിലും വഴിവെക്കിലൊക്കെ നിൽക്കുന്ന ചേമ്പുണ്ടല്ലോ, അതാണ് കാട്ടുചേമ്പ്. അപ്പോൾ അതാണ് എടുക്കണമെങ്കിൽ. അതല്ലാതെ തന്നെ നമുക്ക് ഈ ചെയ്യണതെല്ലാം നമ്മുടെ വലിയ ചേമ്പുണ്ടല്ലോ, അതായത് നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ചേമ്പ്, ശീമച്ചേമ്പ് എന്നൊക്കെ പറയണേ, കണ്ടിച്ചേമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പുണ്ടല്ലോ, ആ ചേമ്പിൻ്റെ ഇലയും തണ്ടൊക്കെ വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇല തണ്ടിനൊക്കെ ഒരുപാട് അയൺ കണ്ടൻറ്റ് ഉള്ളതാണ്. അത് ഈ കർക്കിടക മാസത്തിൽ ഒക്കെ കൂടുതലായിട്ട് ഇതിനകത്തുനിന്ന് ഒരുപാട് നമുക്ക് ബോഡിയിലേക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പഴയ കാലത്ത് കാരണവന്മാരൊക്കെ ഈ കർക്കിടക മാസങ്ങളിൽ ചേമ്പും തകരയും കാട്ടുതാളും എല്ലാം അങ്ങനെ കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് വൈറ്റമിൻസ്, നമുക്ക് ഈ ഉഷ്ണകാലം കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ആകെ ഹീറ്റായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ശീതകാലത്തിലേക്ക് വരുള്ളൂ. നല്ല മഴയും തണുപ്പൊക്കെ വരുമ്പോൾ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ആ ബോഡി അതിനോട് പ്രതികരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഓരോ രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുകയായിരിക്കും, ഒട്ടും പ്രതിരോധ ശേഷി ഇല്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് വൈറൽ രോഗങ്ങളൊക്കെ കയറി വരും. അപ്പോൾ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കണത് കേട്ടോ. അപ്പോൾ പറഞ്ഞ് അങ്ങനെ പോയി. ഞാനപ്പോൾ ചീരച്ചേമ്പിൻ്റെ ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇലയും തണ്ടും ഒക്കെ കൂടിയായിട്ട് എടുത്തുകൊണ്ട് വന്നേക്കണത്. എന്നിട്ട് അതിൻ്റെ ഇല വേറെ കറിയും തണ്ട് വേറെ കറിയാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ ഇല ഞാൻ രണ്ടും നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് ആവശ്യത്തിന് എടുത്തിട്ട് വറുത്തെടുത്തു. അപ്പോൾ ഈ പരിപ്പ് ഒരുപാട് വറുത്തിട്ട് ഇങ്ങനെ കരിഞ്ഞ് പോകുന്ന രീതിയിൽ വറുത്തെടുക്കരുത്. പരിപ്പ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു നല്ല വാസന കിട്ടും. ആ സമയത്ത് അത് ഓഫ് ചെയ്യണം, കരിയാനായിട്ട് നോക്കരുത്. അപ്പം ഞാൻ ആദ്യം ചുമന്ന പരിപ്പും മഞ്ഞ പരിപ്പും കാണിച്ചത്, ആ തീരെ കനം കുറഞ്ഞ പരിപ്പാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ അതാണ് വെച്ചിട്ട് നിങ്ങൾ കറി വയ്ക്കണമെങ്കിൽ ആ പരിപ്പിന് ഒട്ടും വേവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇലയും ഇട്ട് വേവിക്കാൻ പറ്റും. അതല്ല, ഇപ്പം ഞാൻ അതെടുക്കുമ്പോൾ എനിക്കത് കുറച്ചും കൂടി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ വലിയ പരിപ്പാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് സെപ്പറേറ്റ് വേവിക്കുകയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 പരിപ്പ് എടുത്ത് വെച്ചത്. പിന്നെ ഈ പരിപ്പിലേക്ക് ഒരു 10-12 ചുവന്നുള്ളി, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് 4, 5, 6 ഒക്കെ എടുക്കാം. അതിങ്ങനെ രണ്ടാക്കി കീറി ഇട്ടിട്ട് ഈ പരിപ്പ് വറുത്തത് നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് വേവിച്ചെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ഈ പരിപ്പ് വെന്തതിന് ശേഷമായിട്ട് ഉപ്പിട്ട് കൊടുത്തത്. കാരണം ഇത് കുറച്ച് വലിയ പരിപ്പായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചെറിയ പരിപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് വേവിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഉപ്പിട്ടത് ഈ ചീരയുടെ ഇലയിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ രണ്ടിനും കൂടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇല മാത്രം വെച്ചിട്ടല്ല കേട്ടോ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഏത് ടൈപ്പ് ചീരയുടെ ഇലകളില്ലേ, ഇഷ്ടംപോലെ ചീര ഇലകൾ കിട്ടുമല്ലോ. അപ്പോൾ ഏത് ടൈപ്പ് ചീരയുടെ ഇല വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. ഇനിയിപ്പോൾ പയറിൻ്റെ ഇല വെച്ചിട്ട് ചെയ്യാം, മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ചെയ്യാം, എന്ത് ഇല വെച്ചിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇലക്കറികൾ എങ്ങനെയും നമുക്ക് ഉള്ളിൽ ചെന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ചേമ്പിൻ്റെ ഇലയാണ് ഇപ്പോൾ സുലഭമായിട്ട് ഇപ്പോൾ കർക്കിടകത്തിൽ ഇതൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചേമ്പിൻ്റെ ഇല വെച്ച് കാണിച്ചെന്നുള്ളൂ. ഏത് ഇലക്കറി വെച്ചിട്ടും ഈ കറി ചെയ്യാം. എന്നിട്ട് ഈ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മൂടരുത്. സാധാരണ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടിയേക്കാം. ചീരലകളൊക്കെ ആണെങ്കിൽ മൂടണം എന്ന് തന്നെയല്ല, തുറന്നിട്ടിട്ട് തന്നെ
തീ കത്തിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വേഗം ഇത് വാടി വെന്ത് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ് ആവും കേട്ടോ. അപ്പം ചീരയിലകളൊക്കെ ഇടുമ്പോൾ തുറന്ന് തന്നെ വയ്ക്കാം. ഈ ചീരച്ചേമ്പിൻ്റെ ഇലയ്ക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് മൂടി വെച്ചത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒരു തവിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയത്. നന്നായിട്ട് ഇളക്കി കൂട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതാണല്ലോ, കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പകർത്തിയതാട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് കാണുമ്പോഴല്ല, ഇത് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇത് നമുക്കിങ്ങനെ, ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കുഴമ്പ് രൂപത്തിലാണ് എടുത്തേക്കണേ. കുറച്ചുകൂടി വെള്ളം കുറച്ച് വെച്ചാൽ ഡ്രൈ ആയിട്ട് ഇരിക്കുക. അതായത് നമുക്ക് വേറൊരു ചാറുകറി ഉണ്ടെങ്കിൽ ഇത് സൈഡ് ഡിഷായിട്ട് എടുക്കാം. ചാറുകറി ഇല്ലെങ്കിൽ ഇത് കുറച്ച് കുഴമ്പ് പോലെയൊക്കെ ചാറുകറിയായിട്ട് കിട്ടും. അപ്പോൾ ഏത് രീതിയിലും അത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ആ കറി അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഈ ചീരയുടെ തണ്ടുണ്ടല്ലോ, ചീരയല്ല ചേമ്പ്, അതിൻ്റെ തണ്ടിങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഇത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചീരയുടെ ചേമ്പിൻ്റെയൊക്കെ ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ വലിയ അഴുക്കൊന്നുമില്ല. പക്ഷേ പറമ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഓരോ പോളകളുടെ ഉള്ളും ഇതിൻ്റെ ഇലകളുടെ അടിഭാഗവും നന്നായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇലകളുടെ അടിഭാഗത്തൊക്കെ ഒരുപാട് പ്രാണികളൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, പുഴുക്കളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുപോലെ ഈ ചേമ്പിൻ്റെ പോളയുടെ അകത്താണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഒച്ച്, പഴുതാര വരെ കയറിയിരിക്കും കേട്ടോ ഈ പറമ്പിലൊക്കെ നിൽക്കണതാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ ഇതിനകത്ത് അഴുക്കൊന്നുമില്ല. പക്ഷേ പറമ്പിൽ നിന്ന് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷമായിട്ട് മാറരുത്. പുഴുക്കളും പഴുതാരകളും ഒക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ എടുത്ത് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ട്, ചെറുതായാലും വലുതായാലും അതിൻ്റെ പോളയൊക്കെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ ഞാൻ കഴുകി അതിൻ്റെ പാടയെല്ലാം കളഞ്ഞെടുത്തിട്ട് മുറിച്ച് കഴുകി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. ഞാനിപ്പോൾ സവാളയാണ് എടുത്തേക്കണത്. പച്ചമുളക്, സവാള, വേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കണത് കേട്ടോ. ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ടാണ് എടുത്തത്, അല്ലെങ്കിൽ പച്ചമുളക് മതി. പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കാന്താരിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ തണ്ടും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ചട്ടി നിറഞ്ഞിരിക്കും പോലെയൊക്കെ തോന്നും. അത് നന്നായിട്ടൊന്ന് ചൂട് കയറി കഴിയുമ്പോൾ തന്നെ അത് താന്ന് പൊക്കോളും. എന്നിട്ട് ഇളക്കി കൂട്ടുക. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാലും അത് വേവായി വരുമ്പോൾ അത് നന്നായിട്ട് ഇളകി കിട്ടിക്കോളും. പിന്നെ എന്നിട്ട് അത് വേവായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവായി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തോരനും റെഡി ആവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ തോരനും. അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ ഇല വെച്ചുണ്ടാക്കിയ 2 കറിയും സൂപ്പർ ടേസ്റ്റി സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് ഈ ചീരച്ചേമ്പല്ലാതെ തന്നെ നമ്മുടെ സാധാരണ ശീമച്ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, അതും ഏത് സമയത്തും നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. അതിപ്പോൾ കർക്കിടക മാസം എന്നല്ല, ഏത് വേനൽക്കാലത്തും അത് തോരൻ വയ്ക്കാം. അതിൻ്റെ തണ്ട് ഇതുപോലെ അരിഞ്ഞിട്ട്, അതിനും ചൊറിച്ചിലുണ്ടാവില്ല. ഞാനും ഇഷ്ടം പോലെ അത് വേനൽക്കാലത്ത് തോരൻ വയ്ക്കാറുണ്ട്. അതിന് പുളിയൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ, അതിന് ചൊറിച്ചിലുണ്ടാവില്ല. അതേസമയം നിങ്ങൾ കാട്ടുചേമ്പിൻ്റെയാണ് എടുക്കണമെങ്കിൽ കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി, എങ്ങാനും ചൊറിഞ്ഞാലോ എന്ന് പേടിയുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് ഇവിടെ ഇരുന്ന് വേവാവട്ടെ. അപ്പോഴത്തേനും തേങ്ങയൊക്കെ ചിരകി തന്നെ വെച്ചേക്കണതാണ്. അത് ലാസ്റ്റ് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ മിഥുനം കർക്കിടകം മാസങ്ങൾ നമുക്ക് നമ്മുടെ ദേഹമൊക്കെ, പഴയ കാരണവന്മാർ പറയും ദേഹമൊക്കെ ഇളന്നിരിക്കുന്ന സമയമാണെന്ന്. അത് ഇതുകൊണ്ടാണ് പറയണത്, ഈ പ്രതിരോധശേഷി കുറയണതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതുപോലെ കൈ കിട്ടുന്ന ഇലക്കറികളും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരുപാട് വേറെ മുതിര അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ വച്ച് കഴിക്കുക. പിന്നെ കർക്കിടക കഞ്ഞി വയ്ക്കാൻ പറ്റണവർ അതൊക്കെ വയ്ക്കുക. പത്തില തോരനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറ്റും പോലെ കിട്ടും പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ വേറെയും കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ സംഗതികളൊക്കെ ആയിട്ട് വേറെ വീഡിയോസിൽ ഞാൻ കാണിച്ചൊക്കെ തരാം കേട്ടോ. പറ്റും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഈ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ പത്തിലയൊക്കെ പോയി പറിച്ചിട്ട് തോരനൊക്കെ വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ കാണിച്ചൊക്കെ തരാം. അപ്പോൾ ഈ 2 കറികളും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറുതെ പറയണതല്ല, രണ്ടിനും നല്ല ടേസ്റ്റാണ്. ഇത് കാണും പോലെയല്ല, ഇത് കഴിക്കാൻ ഭയങ്കര ഗുണവും കൂടുതലാണ്, ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നും ഇല്ലാത്ത കറികളുമാണ്. നമ്മുടെ ചുറ്റിനും നിൽക്കണ പറമ്പിൽ നിന്ന് കിട്ടണ
ചേമ്പിൻ്റെ തണ്ടും താളൊക്കെ വെച്ചിട്ടുള്ള കറികളാണല്ലോ. അതിന് തേങ്ങ മാത്രമാണ് നമുക്ക് കാശ് കൊടുത്ത്, തേങ്ങ വീട്ടിലുള്ളവർക്കാണെങ്കിൽ അതും വേണ്ട, വാങ്ങേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ 2 കറികളും റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.